ഇരിക്കണുണ്ട്. ഇങ്ങനെയൊക്കെയായ എങ്ങനെയാ സമാധാനം തരുന്നേ? നിനക്ക് മറുപടി ഞാൻ തരാടെ കുരിപ്പ. അല്ല പിന്നെ ഞാൻ എന്റെ വായ വെച്ചിട്ട് മാക്സിമം ഉണ്ടായിരിക്കാണ് കേട്ടാ. എന്റെ മറുപടി ഇല്ലാത്തോണ്ടൊന്നുമല്ല. കോണം കുത്തണ ഇനി കോണം കുത്തിയാ കടിക്കേ. നിനക്ക് വേണ്ട വേണ്ട പോട്ടെ 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 പോട്ടെ. കല്ലു ആ നിനക്ക് അടി മേടിക്കേ. നമസ്കാരം. ചെറിയ ഒരിടവേളയ്ക്ക് ശേഷം ഉപ്പുമുളകിനെ കുറിച്ചുള്ള പുതിയ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഉപ്പുമുളകും പ്രേക്ഷകർക്കൊക്കെ മിസ്സാവുന്ന ഒരു ആളുണ്ട്. അതാണ് നമ്മുടെ കല്ലുമോൾ. കല്ലുമോളെ ഇപ്പോൾ കുറേ എപ്പിസോഡുകളായിട്ട് കാണുന്നില്ല. എന്താണ് സംഭവിച്ചത് എന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല. കല്ലുമോൾ മാറിപ്പോയതാണോ മാറ്റിയതാണോ, ഇനി ഉപ്പുമുളകിലേക്കും കല്ലുമോൾ വരില്ലേ എന്നൊന്നും അറിയില്ല. എന്തായാലും നല്ല രീതിയിൽ കല്ലുമോൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു. കല്ലുമോൾ ഒരു ഒഴിവാക്കാൻ പറ്റാത്ത കഥാപാത്രമായി തന്നെ നമ്മൾ ഉപ്പുമുളകിലേക്ക് വരുമ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് കല്ലുമോളുടെ മിസ്സിങ്. കുറച്ച് അധികം എപ്പിസോഡുകളായിട്ട് നമ്മുടെ കല്ലുമോളെ ഇപ്പോൾ വീഡിയോയിലൊന്നും കാണാനില്ല. കല്ലുമോളുടെ ഡയലോഗുകളും ഒക്കെ നല്ല മെച്ചപ്പെട്ട് വരികയായിരുന്നു. നമ്മളെ പാറക്കുട്ടീനെ പോലെ തന്നെ കല്ലുമോളും ഉപ്പുമുളകിലെ ഒരു നല്ലൊരു കഥാപാത്രമായി വന്നുകൊണ്ടിരിക്കുന്നിടത്തേക്കാണ് അപ്രതീക്ഷിതമായിട്ടുള്ള കല്ലുമോളുടെ ഈ മിസ്സിങ്. എന്താണ് സംഭവിച്ചതെന്ന് ഒട്ടും മനസ്സിലാകുന്നില്ല. ഇനി കല്ലുമോൾ വരില്ലേ, അതോ കല്ലുമോൾക്ക് പകരം പുതിയ ഒരു കഥാപാത്രം വരുമോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എപ്പിസോഡുകൾ കുറേയായി മിസ്സായതുകൊണ്ട് തീർച്ചയായിട്ടും പ്രേക്ഷകർക്കൊക്കെ തന്നെ ഉപ്പുമുളകിലെയും കല്ലുമോളെ മിസ്സാവുന്നു എന്ന് തന്നെയാണ്, എന്നെപ്പോലെ നിങ്ങൾക്ക് മിസ്സാവുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആദ്യമൊക്കെ കല്ലുമോൾ വന്നപ്പോൾ പലർക്കും കല്ലുമോളെ ഇഷ്ടമായില്ല. കാരണം പാറുക്കുട്ടിയെ ഒരു മൂലയിൽ ഒതുക്കിയിട്ട് പകരം കല്ലുമോളെ കൊണ്ടുവരുന്നത് പോലുള്ള ഒരു ഫീലിംഗാണ് എനിക്കുൾപ്പെടെയുള്ളവർക്കുണ്ടായത് എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കങ്ങനെ ആയിരുന്നു. എന്തായാലും നിങ്ങൾക്കും അങ്ങനെ ആയിരുന്നിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ക്രമേണ പക്ഷേ കല്ലുമോൾ മെച്ചപ്പെട്ട് പാറുക്കുട്ടിക്കൊപ്പം തന്നെ ഉപ്പുമുളകിലെ ഒഴിവാക്കാൻ പറ്റാത്തൊരു കഥാപാത്രമായി മാറുകയായിരുന്നു. വളരെ സന്തോഷകരമായ രസകരമായ രംഗങ്ങൾ പാറുക്കുട്ടിക്കൊപ്പം തന്നെ കല്ലുമോളും ഉപ്പുമുളകും പ്രേക്ഷകർക്കൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ഇപ്പോൾ കല്ലുമോളെ നമ്മുടെ ഉപ്പുമുളകും വീട്ടിൽ കാണാനില്ല എന്നുള്ളതാണ്. എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമല്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ മാർഗമുള്ളൂ. വെയിറ്റ് ചെയ്തിരിക്കാം. കല്ലുമോൾ വീണ്ടും എപ്പിസോഡിലേക്ക് വരുമോ എന്നുള്ള ശുഭകരമായ പ്രതീക്ഷയുമായി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഉപ്പുമുളകും പ്രേക്ഷകർക്ക് ഒരുപാട് മിസ്സാവുകയാണ് നമ്മുടെ കല്ലുമോളെ. കല്ലുമോൾ നിറഞ്ഞ് ശരിക്കും വിളയാടുകയായിരുന്നു ഉപ്പുമുളകും വീട്ടിൽ കുറച്ച് അധികം എപ്പിസോഡായിട്ട്. അതിലൊരു എപ്പിസോഡിൻ്റെ ഭാഗങ്ങളാണ് ഞാൻ ഇതിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ ഇത് അവസാനത്തെ എപ്പിസോഡാണോ എന്ന് എനിക്കറിയില്ല കല്ലുമോൾ വന്ന്. എന്തായാലും ഏകദേശം കല്ലുമോൾ വരുന്നതിൻ്റെ ഒരു അവസാന ദിവസങ്ങളിലുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇപ്പോൾ ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നത്. എന്തായാലും കല്ലുമോളുടെ അഭാവം ഉപ്പുമുളകിലും വീട്ടിലും ചെറുതല്ലാത്ത ഒരു കുറവ് വരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലത്തെ ഒരുപാട് ബാലതാരങ്ങൾ ഉണ്ടാവാം. എന്നാലും ഉപ്പുമുളകും വീട്ടിലെ കല്ലുമോൾ നല്ല പോലെ യോജിച്ചു വരായിരുന്നു. ലച്ചുവിൻ്റെ മോളായിട്ട് കല്ലുമോളുടെ അഭിനയം പാറുക്കുട്ടിയെ പോലെ തന്നെ കല്ലുമോളും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട് വരുന്നതിനിടയ്ക്കാണ് അവിചാരിതമായി അപ്രതീക്ഷിതമായി കല്ലുമോൾ ഉപ്പുമുളകും വീട്ടിൽ നിന്നും മിസ്സാവുന്നത്. എന്തായാലും എനിക്ക് അതിൽ വളരെയധികം സങ്കടമുണ്ട്. എന്തായാലും ഉപ്പുമുളകും പ്രേക്ഷകർക്കൊക്കെയും അതിൽ വ്യക്തമായി ദുഃഖം ഉണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. കല്ലുമോൾ താൽക്കാലികമായാണോ ഉപ്പുമുളകും വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നത്, അതോ സ്ഥിരമായി ഉപ്പുമുളകും വീട്ടിൽ നിന്നും കല്ലുമോൾ പോയി കഴിഞ്ഞു കല്ലുമോൾക്ക് പകരം ഉപ്പുമുളകും വീട്ടിലേക്ക് മറ്റൊരു കഥാപാത്രം വരുമോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും വ്യക്തമായി അറിയില്ല. എന്നാലും നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം. കല്ലുമോൾ നല്ല പോലെ അഭിനയിച്ച് വരികയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. എൻ്റെ ഈ ഉപ്പുമുളകും സംബന്ധിച്ചുള്ള വീഡിയോ കാണുന്ന എല്ലാവർക്കും പ്രത്യേകമായി നന്ദി. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വീണ്ടും ഉണ്ടാകണം. ഉപ്പുമുളകിനെ കുറിച്ചുള്ള കുറച്ച് അധികം ദിവസങ്ങൾ ഞാൻ ഉപ്പുമുളകിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യാതിരിക്കുമായിരുന്നു. വീണ്ടും ഉപ്പുമുളകിനെ കുറിച്ചുള്ള വീഡിയോയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തീർച്ചയായും ഉണ്ടാകണം. നിങ്ങളുടെയൊക്കെ അഭിപ്രായം
കല്ലുമോൾ ഉപ്പുമുളകിൽ നിന്ന് വീട്ടിൽ പോയോ, പോകുന്നതിനെക്കുറിച്ച് പോകാതിരിക്കുന്നതിനെക്കുറിച്ച് ഒക്കെ ഉള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തണം എന്നൊരു അഭ്യർത്ഥന കൂടെ ഈ അവസരത്തിൽ പറയുകയാണ്. വീണ്ടും അടുത്ത ഒരു ഉപ്പുമുളകും ബേസ്ഡ് വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരും.